പ്രതിഭ ഈ ചെന്താമര ജാമ്യത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ജാമ്യത്തിൽ വ്യവസ്ഥകൾ ഉണ്ടായിരുന്നില്ലേ? ഉവ്വ്. അത് ചെന്താമര ജാമ്യത്തിൽ ഇറങ്ങുമ്പോൾ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ നെന്മാറ പോലീസ് സ്റ്റേഷൻ്റെ പരിധി ലംഘിക്കാൻ പാടില്ല, ആ പരിധിയിലേക്ക് വരാൻ പാടില്ല. അയാളുടെ വീട് അവിടെയാണ്. അതായത് അയാൾ നേരത്തെ കൊലപ്പെടുത്തിയ, അതായത് 2019 കൊലപ്പെടുത്തിയ അയാളുടെ തൊട്ടയൽവാസി സജിത എന്നാണ് അവരുടെ പേര്. ഈ സുധാകരന്റെ ഭാര്യ. അപ്പോൾ ഈ സജിത അയാൾ കൊലപ്പെടുത്താനുള്ള കാരണം, ഈ ചെന്താമര കൊലപ്പെടുത്താനുള്ള കാരണം, ചെന്താമരയുടെ ഭാര്യയും മക്കളും ചെന്താമരയായിട്ട് തെറ്റിപ്പിരിഞ്ഞ് അവരവരുടെ വീട്ടിൽ പോയി താമസിച്ചു. അപ്പോൾ ഈ അയൽപക്കക്കാരായ സജിതയും ചെന്താമരയുടെ ഭാര്യയും തമ്മിൽ അടുപ്പത്തിലായിരുന്നു. അങ്ങനെ ഇയാളെക്കുറിച്ച് എന്തൊക്കെ ഏഷണി പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിലാണ് ഭാര്യയും കുട്ടികളൊക്കെ ഇയാളെ വിട്ടു പിരിഞ്ഞ് പോയത് എന്നുള്ളൊരു ധാരണയിൽ, അല്ലെങ്കിൽ ആ തെറ്റിദ്ധാരണയിലാണ് ഈ സജിതയെ അയാൾ കൊന്നത്. ചെന്താമര അയാൾ തുടക്കം മുതൽ തന്നെ ഒരു സൈക്കോ ക്രിമിനലാണ്. എല്ലാവരെയും അമിതമായിട്ടുള്ള അവിശ്വാസം. അയാളുടെ വീട്ടിലേക്ക് ആരെങ്കിലും, ഇപ്പോൾ പരിസരത്ത് മറ്റ് 1-2 ആളുകൾ വെളിപ്പെടുത്തിയതാണത്, ഇയാളുടെ വീട്ടിലേക്ക് ആരെങ്കിലും ഒന്ന് നോക്കിയാൽ പോലും നമ്മൾ സ്വാഭാവികമുള്ള, നമ്മൾ നടക്കുന്ന വഴിയൊക്കെ ചിലപ്പോൾ ഇടതും വലുതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു പോകും. പക്ഷെ അയാളുടെ വീട്ടിലേക്ക് നോക്കിയാൽ തന്നെ അപ്പോൾ അയാൾ സമ്മതിക്കില്ല. ഇനിയിപ്പോൾ വേറെ ആളുകൾ പറയണ ഇയാൾ നല്ലൊരു വസ്ത്രം ഇട്ടിട്ട് ആരെങ്കിലും റോട്ടിലൂടെ പോകണ കഴിഞ്ഞ് കേൾക്കത് സഹിക്കില്ല. അത്രത്തോളം അസഹിഷ്ണുതാ മനോഭാവമുള്ള ഒരു മനോവൈകൃതത്തിനുടമയായിരുന്നു പറഞ്ഞ ഇയാൾ. ഈ കൊലപാതകം കഴിഞ്ഞു, അത് ശിക്ഷിക്കപ്പെട്ടു, അയാൾ ജയിലിൽ കഴിയുന്നു. ജയിലിൽ കഴിയുമ്പോൾ 4 മാസത്തെ പരോൾ അയാൾക്ക് അനുവദിക്കണം. ഈ സമയത്ത് കൃത്യമായിട്ട് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഒരു കാരണവശാലും നെന്മാറ പോലീസ് സ്റ്റേഷനിൽ വരാൻ പാടില്ല. ഇയാളുടെ ഈ സ്വഭാവ വൈകൃത അറിയാവുന്ന ഈ സജിതയുടെ മകള്, കൊല ചെയ്യപ്പെട്ട സജിതയുടെ മകള് അഖില, അതായത് ഇന്നലെ കൊല ചെയ്യപ്പെട്ട ആ മനുഷ്യൻ്റെ മകള്, അവർ കൃത്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കരഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മാസം 29 കഴിഞ്ഞ മാസം 2024 ഡിസംബർ 29-ാം തീയതി ആ കുട്ടി അത് അത്ര കൃത്യമായിട്ട് അത് ആ കുട്ടിയുടെ കരച്ചിൽ സഹിക്കില്ല. അതായത് മനുഷ്യത്തുള്ള ഒരാൾക്ക് കേട്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ അത് പോലീസ് സ്റ്റേഷൻ ചെന്ന്, അതെ, പോലീസ് സ്റ്റേഷൻ ചെന്ന് പറഞ്ഞു. ഇയാളെ പേടിച്ചിട്ട് ഇവർ ഈ കുട്ടിയോട് പറഞ്ഞില്ല, അത്ര പേടിച്ച് മാറി നിൽക്കാനോടൊപ്പം വന്നതാ. കാര്യത്തിന് വേണ്ടി അപ്പോൾ പേടിച്ച് മാറി നിൽക്കുകയാണ്. ഞങ്ങളെ കൊല്ലും എന്ന് പോലീസിനോട് പറഞ്ഞിട്ട് ഈ പോലീസ് എന്താ ചെയ്തത്? പോലീസ് ഇവരുടെ വീട്ടിൽ വന്ന്, ഇയാളുടെ വീട്ടിൽ വന്ന് ഒരു അന്വേഷണം നടത്തി. അപ്പോൾ ഇയാൾ പോലീസിനെ കളിയാക്കുന്ന തരത്തിൽ പെരുമാറിയത്. സാറേ, ഞാൻ വസ്ത്രം കൊടുത്തിട്ട് വരണോ? വീണ്ടും അവിടെ താമസിക്കാൻ കണക്കാക്കിയിട്ടാണ് വരണേ. അപ്പോൾ പോലീസുകാരെ കളിയാക്കണ തരം, ഞാൻ വേണമെങ്കിൽ അങ്ങോട്ട് ഇനി ജയിലിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണ് വരണേ എന്നുള്ള ചോദ്യത്തിൽ. അപ്പോൾ പോലീസുകാരെന്ത് വളരെ ചിരിച്ച് കളിച്ചുകൊണ്ട്, അങ്ങനെയൊന്നുമല്ല, നീ അവിടം വരെ വരണം, അവിടെ വന്ന് അന്വേഷിച്ചൊന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് പോരണം. അല്ല, സാറിനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. എന്നിട്ട് പുറത്ത് വെച്ച് അവർ കണ്ടു എന്നൊക്കെയാണ് പോലീസുകാർ പറയുന്നത്. DOSP അല്ല, അവിടെ സ്റ്റേഷൻ SI പുറത്തിറങ്ങി വന്ന് സംസാരിച്ചു എന്നാണ് പറയുന്നത്. അത്രത്തോളം ലാഘവത്തോടു കൂടി ഈ കേസിനെ കൈകാര്യം ചെയ്തതിൻ്റെ പേരിൽ നെന്മാറ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരുടെ അനാസ്ഥ തന്നെയാണ് ഇപ്പോൾ. എൻ്റെ ഒരു സംശയമാണ്, ഇപ്പം ഇത് അവിടെ കയറാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഈ പോലീസിന് ഇയാളെ നിർബന്ധപൂർവ്വം അവിടുന്ന് അകറ്റിക്കൂടായിരുന്നു? അല്ല, പോലീസിന് ആക്ഷൻ എടുക്കാമല്ലോ. ജാമ്യത്തിൽ ഇറങ്ങുന്ന ഒരു വ്യക്തി ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്കെതിരെ ആക്ഷൻ എടുക്കാം. അത് പോലീസ് അപ്പോഴേ തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. നിന്നെ ഇവിടെ വരരുതെന്നല്ലേ ജാമ്യം റദ്ദാവും. ജാമ്യ വ്യവസ്ഥയിലുള്ള ഒരു നിയമം ഉണ്ടായിരുന്നിട്ട് അവരത് കാണിച്ചില്ല. അതെ, ഈ ജാമ്യ വ്യവസ്ഥയിൽ പറയുന്നൊരു വ്യവസ്ഥ ഇതാണ്. അതായത് ഏതെങ്കിലും കാരണവശാൽ ജാമ്യ വ്യവസ്ഥകൾ ലംഘിക്കുകയാണെങ്കിൽ ജാമ്യം റദ്ദ് ചെയ്യും, തിരിച്ച് ജയിലിൽ പോകേണ്ടി വരും. ഇതാണ് എല്ലാ ജാമ്യ വ്യവസ്ഥയിലും ഉള്ളത്. അപ്പോൾ ഈ പോലീസുകാർ ഇയാൾക്ക് നേരെ കണ്ണടച്ച് എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പം 4 മാസത്തെ ജാമ്യം കൊടുത്ത് വെച്ച് ഇവരെ കൊല്ലാൻ വേണ്ടിയിട്ടാണോ? പോലീസ് അതിന് കൂട്ടുനിന്നോ എന്നുള്ളതാണ് ഇപ്പോൾ ഈ നെന്മാറയിലുള്ള ആളുകൾ മുഴുവൻ ചോദിക്കുന്നത്. ഇനി ഇതിനോട് ചേർത്ത് മറ്റൊരു കാര്യം നമുക്ക് പറയാൻ പറ്റും. ചലച്ചിത്രതാരം ഹണി റോസ് തന്നെ ബോബി ചെമ്മണ്ണൂർ എന്ന സ്വർണ്ണ വ്യാപാരി ആക്ഷേപിച്ചു, ലൈംഗികപരമായി അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞൊരു കേസ് കൊടുത്തപ്പോൾ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടു പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി DGPക്ക് വിളിച്ചു, DGP ADGPനെ വിളിച്ചു, ADGP SPനെ വിളിച്ചു. അങ്ങനെ 10 അംഗ സംഘത്തെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഈ അന്വേഷണത്തിന് വേണ്ടി രൂപീകരിക്കുന്നു. പിറ്റേ ദിവസം വയനാട് ബോബി ചെമ്മണ്ണൂരിൻ്റെ റിസോർട്ടിൽ വെച്ചിട്ട് അയാൾ വെളുപ്പിന് 5 മണിക്ക് അയാൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് പോലീസ് തന്നെ ഭീകരന്മാരെ വളയുന്ന പോലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. ഹണി റോസിൻ്റെ പരാതിയിൽ പെട്ടെന്ന് ഇടാപിടിയുന്ന നടപടി എന്ന് പറയില്ലേ, നല്ല കാര്യം. സ്ത്രീത്വത്തിനെതിരെ അവഹേളനം ഉണ്ടായിക്കഴിഞ്ഞാൽ, അപമാനിച്ചു കഴിഞ്ഞാൽ പോലീസ് നടപടിയെടുക്കണം. പിണറായി വിജയൻ്റെ അത്തരം ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ അത്തരം പ്രവർത്തനം ശ്ലാഘനീയം തന്നെ.
പിന്നെ എന്തുകൊണ്ടാണ് തങ്ങളെ ഇയാൾ വധിക്കും, ഇയാൾ ക്രിമിനൽ സ്വഭാവമുള്ള ആൾ തന്നെയാണ്, ഇയാൾക്ക് മാനസിക വിഭ്രാന്തിയുള്ള സ്വഭാവ വൈകൃതമുള്ള ഒരാളാണ് ചെന്താമര എന്ന് ഈ പെൺകുട്ടി കരഞ്ഞ് പറഞ്ഞിട്ട് പോലീസിന് അത് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയത്, പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പിന് സാധിക്കാതെ പോയത്. പിണറായി വിജയൻ ഈ കണ്ണീരിന് മറുപടി പറയണം. ഈ രണ്ടുപേരുടെ ജീവൻ, അതായത് ഈ അഖില എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ അച്ഛനെയും അച്ഛൻ്റെ അമ്മയെയും കൊന്ന ചെന്താമരയുടെ ഈ ക്രൂരകൃത്യത്തിന് മറുപടി പറയേണ്ടത് ആഭ്യന്തര വകുപ്പാണ്, നെന്മറ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരാണ്. പൊതുവെ ഇത് ഈ മറുപടി പറയണം എന്നൊക്കെ നാം ഇവിടെ പറയുമ്പോൾ ആ കുട്ടിക്ക് നഷ്ടമായത് ആ കുട്ടിയുടെ അച്ഛൻ, ആദ്യം അമ്മ പോയി, അച്ഛൻ പോയി. ഈ സൈക്കോ ക്രിമിനൽ എങ്ങനെയാണ് അയാളെ വെട്ടി പരിക്കേൽപ്പിച്ചതെന്ന് അറിഞ്ഞായിരുന്നു. ഇയാളിവിടെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് പാവൻ ഡ്രൈവറായ ഈ മനുഷ്യനെ അവർ പേടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരുത്തിച്ചില്ല. തൻ്റെ ഭാര്യയെ കൊന്നവനായവൻ, ഈ സുധാകരൻ്റെ ഭാര്യയെ കൊന്നതാണ് ഈ പറയുന്ന ചെന്താമര. എന്നിട്ടും ആ മനുഷ്യൻ ഒതുങ്ങിയാണ് ജീവിച്ചത്. എന്നിട്ട് ആ മനുഷ്യനെ വണ്ടി ഓടിച്ചു പോകുന്ന മനുഷ്യന്റെ കാലിലാണ് ഈ പറയുന്ന സൈക്കോ വെട്ടിയത്. എന്നിട്ട് പാവം പിടിച്ചു മാറ്റാൻ വന്ന ആ അമ്മയെ, തൻ്റെ മകനെ വെട്ടുന്നത് കണ്ട് പിടിച്ചു മാറ്റാൻ വന്ന പ്രായം ചെന്ന അമ്മയെ, അപ്പൊ ഇങ്ങനെയുള്ളവരൊക്കെ എന്തിനൊക്കെ പുറത്തു വിടണം? ഇവിടെയാണ് നമ്മുടെ നിയമത്തിന്റെ ഒരു അപര്യാപ്തത. നമ്മുടെ നിയമത്തിൽ ആകെ ഈ അതായത് ഇപ്പോൾ ഒരാള് ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അയാൾ ജയിലിൽ കൊണ്ടുപോകും. നമ്മൾ ഉൾപ്പെടെ റേഷൻ വാങ്ങിക്കുന്ന പണം ഉൾപ്പെടെയുള്ള ആ പണത്തിൽ നിന്ന് കിട്ടുന്ന നികുതി കൊടുത്തിട്ടാണ് നല്ല ഭക്ഷണം. അത് തന്നെ വളരെ നമുക്ക് ഒരിക്കലും ആലോചിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ പോഷകാഹാരക്കുറവ് കൊണ്ട് നമ്മുടെ സ്കൂളുകളിലെ കുട്ടികൾക്ക് പലർക്കും അതിൻ്റെ വിളർച്ചയുണ്ടെന്ന്, അതെ അതാണ് അങ്ങോട്ട് പറഞ്ഞു വരണേ. അപ്പോൾ കുട്ടികൾക്ക് വിളർച്ചയുണ്ടെന്ന് രേഖപ്പെടുത്തുമ്പോഴാണ് ഈ കുട്ടികൾക്ക് പോഷകാഹാരം കൊടുക്കാതെ, ഉച്ചക്കഞ്ഞി പോലും കൊടുക്കാൻ പറ്റാതെ പി ടി എയുടെ ഫണ്ടിൽ നിന്നൊക്കെ എടുത്തിട്ടാണ് ഇവർക്ക് ഉച്ചഭക്ഷണം കൊടുക്കുന്നത്. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഉച്ചകഞ്ഞി പോലും കൊടുക്കാൻ പറ്റാത്ത ഇടത്താണ് ജയിലിൽ 2 ദിവസം കൂടുമ്പോൾ ഇറച്ചി, മുട്ട, അതുപോലെ മീൻ, അങ്ങനെയുള്ള പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കൊടുക്കുകയാണ്. അവിടെ ഈ ക്രിമിനൽസിനെയാണ് തീറ്റിപ്പോറ്റുന്നത്. എന്തിനു വേണ്ടി? ഇവിടുത്തെ മനുഷ്യാവകാശം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി കഞ്ഞും പയറും കൊടുക്കട്ടെ. ഭക്ഷണം കൊടുക്കണ്ടെന്ന് പറയുന്നില്ല. ജയിലിൽ കഴിയുന്ന ഈ ക്രിമിനലുകൾക്ക് കഞ്ഞിയും പയറും കൊടുക്കട്ടെ. കഞ്ഞിയും പയറും നല്ല സമീകൃത ആഹാരമാണെന്നുള്ള കേരളത്തിലെ ആയുർവേദ ഡോക്ടേഴ്സൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കുഞ്ഞു കുട്ടികൾ, സ്കൂളിൽ കഴിയുന്ന കുട്ടികൾക്ക് മുട്ടയും പാലും ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല, ഉച്ചക്കഞ്ഞി വരെയും കൊടുക്കാൻ പറ്റാത്ത സർക്കാർ ജയിലുകളിൽ ഇവർക്ക് വേണ്ടി പണിയെടുത്ത ക്രിമിനലുകളെ തീറ്റിപ്പോറ്റാൻ വേണ്ടി വിഭവസമൃദ്ധമായ, ഒരുപക്ഷെ 7 കോഴ്സ് ഡിന്നറൊക്കെ 5 സ്റ്റാർ ഹോട്ടലിൽ ഒരുക്കുന്നത് പോലുള്ള മട്ടൻ, ചിക്കൻ, മീൻ എല്ലാം കൊടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടി? ആർക്ക് വേണ്ടി? അപ്പോൾ അവിടെയാണ് നമ്മുടെ ഈ നിയമങ്ങളൊക്കെ പകച്ചു നിൽക്കുന്നത് പോലെ നമ്മൾ സാധാരണക്കാരന് തോന്നുന്നത്. നിയമലംഘന കോടതിയലക്ഷ്യമല്ല ഈ പറയുന്നത്. ജയിലിൽ കഴിയുന്ന ആളുകൾക്ക് കഞ്ഞിയും പയറും കൊടുത്ത് അവർക്ക് ജീവൻ നിലനിർത്താൻ പറ്റും. ഈ സ്കൂളിൽ പഠിക്കുന്ന അടുത്ത തലമുറ വളർന്നു വരണം, അവർക്ക് പോഷകാഹാരങ്ങൾ കൊടുക്കണം. ഇത് ചെയ്യാതെ സർക്കാർ ഇതൊക്കെ ചെയ്യണം. എന്നിട്ട് എന്തുകൊണ്ടാണ് അപ്പോൾ പറ്റുന്നത്? ഈ ചെന്താമരെ പോലുള്ള കൊടും ക്രിമിനലുകൾക്ക് വർദ്ധിച്ച ആരോഗ്യം കിട്ടുകയാണ്, നല്ല ഭക്ഷണമാണ് അവിടെ നിന്ന് കിട്ടണത്. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇതേപോലത്തെ പ്രവൃത്തി നോക്കൂ. ഈ സജിത എന്ന് പറഞ്ഞ ആ വീട്ടമ്മയെ കൊലപ്പെടുത്തിയിട്ട് ശിക്ഷയ്ക്കപ്പെട്ട ഇയാൾ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അടുത്ത കൊലപാതകം ചെയ്യണത്. ഒരു കൊലപാതകം ചെയ്താലും 3 കൊലപാതകം ചെയ്താലും ശിക്ഷ തൂക്കിക്കൊല്ലാണെങ്കിൽ തൂക്കിക്കൊല തന്നെയാണ്, ഒറ്റ പ്രാവശ്യമല്ലേ കൊല്ലാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു മാനസിക വൈകൃതമുള്ള ആളുകൾ ഇവർക്ക്, ഞാൻ എത്ര കൊലപാതകം ചെയ്താലും എനിക്ക് ഒറ്റ ശിക്ഷയെ കിട്ടുള്ളൂ, മരണശിക്ഷ കിട്ടിയാൽ പോലും ഒരു മരണമേ ഉള്ളൂ. അപ്പോൾ ഇതിനിവിടെ നമ്മുടെ നിയമം മറ്റേതെങ്കിലും തരത്തിലുള്ള ശിക്ഷാവിധികൾ കണ്ടുപിടിക്കണം എന്നാണ് ഇപ്പോൾ ആളുകൾ ഒരുമിച്ച് പറയുന്ന പോലെ. നിയമത്തിൽ മരണം എന്ന ദയ പോലും ഇവരർഹിക്കുന്നില്ല. ലൂപ്പ് ഹോൾസ് ഭയങ്കരമായിട്ടുണ്ട് നിയമത്തിൽ. ഈ ഒരാളെ ഇപ്പോൾ തൂക്കിക്കൊല്ലാണെന്ന് ഏറ്റവും പെട്ടെന്ന് നടക്കുന്ന മരണം തൂക്കിക്കൊല്ലലാണെന്നാണ് പറഞ്ഞ് നമ്മൾ കേട്ടേക്കണത്. പെട്ടെന്ന് ഡെത്ത് നടക്കും, പെട്ടെന്ന് നടക്കും. അപ്പോൾ അതൊരു ദയയാണ്. തീർച്ചയായിട്ടും അതൊരു ദയാവധം തന്നെയാണ്. അല്ല, ഈ മരണം എന്ന ദയ പോലും തീർച്ചയായിട്ടും. അപ്പോൾ നരകിച്ച് ഒരു ദയ തന്നെയാണ്. അതെ, നരകിച്ച് മരിക്കാനുള്ള അവസരം ഉണ്ടാക്കണം. അതായത് മനുഷ്യൻ്റെ മനസ്സിൻ്റെ വികാര വിചാരങ്ങൾ ഒരിക്കലും മരിക്കുന്നവരെ തീരില്ല. അപ്പോൾ മനസ്സ് എത്തുന്നിടത്ത് ശരീരം എത്താൻ പറ്റാതെ വരിക, നമുക്ക് പ്രാഥമിക കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ പോകാൻ പറ്റാതെ വരിക, ഭക്ഷണം സ്വന്തമായിട്ട് എടുത്ത് കഴിക്കാൻ പറ്റാതെ വരിക, കണ്ണ് കാണാൻ പറ്റാതെ വരിക, കൈക്കും കാലിനും സ്വാധീനമില്ലാതെ വരിക. ഇങ്ങനൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭീകരമാണ്. അങ്ങനെ ജീവിച്ചിരിക്കുന്ന എത്രയോ ആളുകളുണ്ട് കോമ സ്റ്റൈലിൽ കിടക്കണേ. നമ്മുടെ ഉള്ളിൽ ബോധം മാത്രം ഉണ്ടാവും. എന്തുകൊണ്ട് ഈ കൊടും ക്രിമിനൽസിനൊക്കെ അത്തരത്തിലുള്ള പ്രാകൃതമായ ശിക്ഷകൾ നടപ്പാക്കിക്കൂടാ എന്നുള്ളത് തന്നെ ഇത് കാണുമ്പോൾ പലരും ഇപ്പോൾ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ അടക്കമുള്ള മാധ്യമങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മുടെ അഭിപ്രായമല്ല.
തീർത്തും ഇത്തരം ചെന്താമരകളെയൊക്കെ വളർത്തുന്നത് നമ്മുടെ നിയമത്തിന്റെ അപര്യാപ്തത തന്നെയാണ്. അല്ലെങ്കിൽ നിയമത്തെയോ വ്യവസ്ഥയോ ഒന്നും കുറ്റം പറയുന്നതല്ല, പക്ഷെ അല്ല, നിയമത്തിലുള്ള ഈ എന്താണ് പാകപ്പിഴ തന്നെയെന്ന് വേണം പറയാനായിട്ട്. നിരവധി എത്ര കൊലപാതകം ചെയ്യുന്ന ജയിലിൽ ചെന്ന് കിടന്നാലും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ വധശിക്ഷ അല്ല എന്നുണ്ടെങ്കിൽ അല്ല, അങ്ങനെ ഒരു ചിന്തയായി പോയി എല്ലാവർക്കും. അതുകൊണ്ടാണ് ഇത്രയും ക്രിമിനൽസ് ഉണ്ടാവുന്നത്. അത് നോക്കൂ, ഒരു ശരാശരി മനുഷ്യന് ജീവിക്കണമെങ്കിൽ എത്ര രൂപ വേണം നമുക്ക്, ഇല്ലേ? 2 കുട്ടികളും ഒരു അച്ഛനും അമ്മയും ജീവിക്കുന്ന ഒരു വീട്ടിൽ ശരാശരി 3 നേരം ഭക്ഷണം കഴിക്കണമെങ്കിൽ എത്ര രൂപ വേണം? കുട്ടികളുടെ പഠന ചെലവ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കും. ഭക്ഷണ ചെലവിന് തന്നെ എത്ര വേണ്ടി വരും? മിനിമം ഒരു 100 രൂപയെങ്കിലും വേണോ? മിനിമം ഒരു ദിവസം 100 രൂപ എന്ന് പിടിക്കൂ. 100 രൂപ ഒന്നും ആവില്ല, ഒരു നേരത്തെ ഭക്ഷണത്തിന് പറ്റില്ല 100 രൂപ, ഇല്ലേ? നമ്മളൊരു ടീ ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ ഒരു ചായ കുടിക്കണമെങ്കിൽ നമുക്ക് 100 രൂപ മിനിമം. അപ്പോൾ ഒരു സാധാരണ കുടുംബം, അത് 2 കുട്ടികളും അച്ഛനും അമ്മയും അടങ്ങുന്ന ഒരു കുടുംബം ഒരു ദിവസം കഴിയണമെങ്കിൽ മിനിമം ഒരു 100-300 രൂപയെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് വേണേ അവർ ഏറ്റവും മിനിമൈസ് ചെയ്ത് ഫുഡ് കഴിക്കുകയാണെങ്കിൽ. നമുക്ക് ഈ ചർച്ച അതെ, ഈ ജയിലിലേക്ക് പോകുമ്പോൾ ജയിലിൽ ചെന്ന് കിടക്കുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കൊടുക്കുന്ന സർക്കാർ. അതിന്റെയൊക്കെ ആവശ്യം എന്താ? സർക്കാർ ഇത്തരം കാര്യങ്ങൾ പുനഃപരിശോധിക്കട്ടെ എന്ന്. എന്നിട്ട് ഈ നിയമത്തിന് കടുകിട വെള്ളം ചേർക്കാത്ത രീതിയിൽ ഈ കൊലപാതകത്തിലൊക്കെ പെട്ട പ്രതികൾക്ക് പരോള് കൊടുക്കുമ്പോൾ കൃത്യമായ രീതിയിലെ മാനദണ്ഡങ്ങൾ ചർച്ചയിൽ തുടങ്ങിയപ്പോൾ പറഞ്ഞ പോലെ പോലീസിന്റെ ഭാഗത്ത് വീഴ്ചകൾ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇത് തന്നെയാണല്ലോ. ഇപ്പൊ നമ്മൾ ഇപ്പൊ ഇവിടെ അടുത്ത എറണാകുളത്ത് തന്നെ നടന്ന ഒരു ഋതുവോ അവന്റെ പേരെന്താ അല്ലെ, ആ ഒരു ചെറുപ്പക്കാരൻ നിർദാക്ഷിണ്യം, അവനെ എന്തോ കളിയാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് 3 പേരെ നിർദാക്ഷിണ്യം കൊലപ്പെടുത്തിയത്. നോക്കൂ, ഈ പോലീസുകാരുടെ പണി ഈ മന്ത്രിമാരുടെ പുറകെ ഇങ്ങനെ ഭ്രമണം ചുറ്റി നടക്കലാണ്. മന്ത്രിമാർക്ക് എസ്കോർട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. മുഖ്യമന്ത്രിക്ക് തന്നെ എസ്കോർട്ട് എത്ര പേരാ ഉള്ളത്? ഇവിടെ ഈ പോലീസിനെ, ഞാൻ എൻ്റെ അഭിപ്രായം പറയാണ്, പോലീസിന് ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നിരിക്കുന്ന കമന്റുകളാണ് പോലീസിനെ വരി ഒടിച്ച് ഷണ്ഡീകരിച്ചിരിക്കണു. പിണറായി വിജയൻ എന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി പറയുമ്പോൾ അല്ലെങ്കിൽ ഇരിക്കാൻ പറഞ്ഞ് കിടക്കുന്ന പോലീസായി മാറിയിരിക്കുന്നു. ഇവർ ഈ കാക്കിയോട് ഏതെങ്കിലും തരത്തിൽ നീതി പുലർത്തുന്നുണ്ടെങ്കിൽ മേടിച്ച് കഴിക്കുന്ന ഈ ശമ്പളം, ഈ ജോലിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തിനോട് അല്പമെങ്കിലും നീതി പുലർത്തുന്നുണ്ടെങ്കിൽ ഏത് മന്ത്രി ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ, ഞാൻ എൻ്റെ നീതി ചെയ്യും എന്ന് പറഞ്ഞിട്ട് നീതി ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കാനില്ല. ആരവരെന്താ ചെയ്യാൻ പോണേ? ആരും മൂക്ക് ചെത്താനും ഒന്നും പോണില്ല. ഈ ഏത് ഭരണാധികാരി ആയാലും എത്ര വർഷം ഭരിക്കും കൂടി വന്നാലേ 5 കൊല്ലം അല്ലേ, പോട്ടെ 10 വർഷം ആയിക്കോട്ടെ. അപ്പോൾ ഈ കൃത്യമായി നിലപാടുകളുള്ള ആളുകൾക്ക് നിലപാടെടുക്കാൻ സാധിക്കും. ചെയ്യില്ല. കാരണം അതാണ്, ഈ ഭരണവർഗത്തിൻ്റെ കാല് താങ്ങി അവർ പറയണത്, അവരുടെ ആസനം താങ്ങി നടക്കുന്ന ഇത്തരം ആളുകൾ ഉള്ളിടത്തോളം കാലം ഇതുപോലുള്ള ചെന്താമരകൾ ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കും. നാട്ടിൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാരൻ അരിഞ്ഞു തള്ളപ്പെടും, യാതൊരു സംശയമില്ല. നമുക്കിതുപോലെ ഇരുന്ന് വിലപിക്കാന്നല്ലാണ്ട് മറ്റൊന്നും വേറെ യാതൊരു തരത്തിലുള്ള ഒരു പരിഹാരം ഇതിനുണ്ടാവാൻ സാധ്യതയില്ല. വളരെ വിഷമത്തോടു കൂടിയാണ് ഇത് പറയുന്നത്. നാളെയും മറ്റൊരു കൊലപാതകം വരുന്നവരെ നമ്മളിത് ചർച്ച ചെയ്യും. അതിനുശേഷം ആ കൊലപാതകത്തിൻ്റെ അല്ലെങ്കിൽ അത്തരം സംഭവങ്ങളുടെ പുറകെ പോകും. നമുക്ക് അതേ പറ്റൂ. കാരണം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു മാധ്യമം എന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ നമുക്ക് പറ്റില്ല. അഖില എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ കരച്ചിൽ ഇപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ട്. അത് കേട്ടിരിക്കാൻ പറ്റില്ല. ആ കരച്ചിൽ ഒരു പ്രാവശ്യമെങ്കിലും പിണറായി വിജയനോ പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥരെ കേട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകും അവർ ചെയ്ത് തെറ്റാണെന്ന്, എന്താണെന്ന്, അവർ ചെയ്ത പാപം എന്താണെന്നുള്ളത്. തീർച്ചയായിട്ടും അത് കണ്ടിരിക്കാൻ കഴിയില്ല.